നമസ്കാരം. വർക്കിംഗ് ക്ലാസിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്പാർക്കിലൂടെ എങ്ങനെയാണ് ടെർമിനൽ സറണ്ടർ ബിൽ പ്രോസസ് ചെയ്യുന്നതെന്നാണ്. ഒരു ജീവനക്കാരൻ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോഴോ മരണപ്പെടുകയോ ചെയ്യുമ്പോഴാണ് ടെർമിനൽ സറണ്ടർ പ്രോസസ് ചെയ്യേണ്ടി വരുന്നത്. എന്താണ് ഈ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്? ഏൺ ലീവ് എന്താണെന്നും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, 365 ദിവസമുള്ള ഒരു വർഷത്തിലാണെങ്കിൽ ഡിവൈഡഡ് ബൈ 11 33.18. 366 ദിവസമുള്ള ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ 366 ഡിവൈഡ് ബൈ 11 33.27. ഇത്രയും ഏൺ ലീവാണ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നത്. ഈ ഒരു വർഷത്തിൽ ക്രെഡിറ്റ് ആവുന്ന 33 ചില്ലറയും ലീവിൽ നിന്ന് 30 ഏൺ ലീവിനെ നമുക്ക് വിറ്റ് കാശാക്കി മാറ്റാൻ കഴിയും. അതിനെയാണ് നമ്മൾ സറണ്ടർ ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ആർക്കാണ് നമ്മൾ വിൽക്കുന്നത്? സർക്കാരിന് തന്നെ നമ്മൾ വിറ്റാലേ നമുക്കിതിന്റെ പണം കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ലീവ് സാലറി എന്നുള്ള അവകാശം സർക്കാർ ജീവനക്കാർക്ക് മാത്രമുള്ള ഒരു അവകാശമാണോ? അല്ല. തൊഴിൽ നിയമപ്രകാരം ഇത് എല്ലാ മേഖലകളിലും, അതായത് സ്വകാര്യ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലും ജോലി ചെയ്യുന്നവരുടെ അവകാശമാണ് ഏൺ ലീവ് അഥവാ ലീവ് സാലറി എന്ന് പറയുന്നത്. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം, ജോലിയിൽ നിന്ന് പിരിയുമ്പോഴോ ലീവിന് നാട്ടിൽ വരുമ്പോഴോ ഒക്കെ ഗ്രാറ്റുവിറ്റി എന്നും ലീവ് സാലറി എന്നും ഒക്കെ വിളിക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്കും ലഭിക്കാറുള്ളതാണ്. നമ്മുടെ നാട്ടിലും ഇതുപോലെ തന്നെ എല്ലാ മേഖലകളിലുമുള്ള ജീവനക്കാർക്ക് ലീവ് സാലറി കൊടുക്കണമെന്നാണ് ഇന്റർനാഷണൽ ലേബർ ലോ അനുശാസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്തു വരുന്ന ഏൺ ലീവ് പെൻഷൻ പറ്റുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെടുമ്പോൾ ജീവനക്കാരന് ഒരുമിച്ച് സറണ്ടർ ചെയ്തെടുക്കാൻ കഴിയും. പരമാവധി 300 ലീവുകളാണ് ഇപ്രകാരം ടെർമിനൽ സറണ്ടറായി സറണ്ടർ ചെയ്ത് വാങ്ങാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്? അവസാനം വാങ്ങിയ ശമ്പളം പ്ലസ് DA പ്ലസ് HRA അത് കൂട്ടിയതിന് ശേഷം അതിനെ എത്ര ലീവുകൾ, എത്ര ഏൺ ലീവുകൾ നമ്മുടെ ക്രെഡിറ്റിലുണ്ടോ ആ എണ്ണം കൊണ്ട് ഗുണിക്കണം. അങ്ങനെ കണക്കുകൂട്ടിയാണ് ടെർമിനൽ സറണ്ടർ പ്രോസസ് ചെയ്യുന്നത്. ഒരു നോൺ ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ബില്ലിനൊപ്പം ഒരു പ്രൊസീഡിങ്സും സ്റ്റേറ്റ്മെന്റും കൂടി ചേർത്താണ് നമ്മൾ ട്രഷറിയിൽ കൊടുക്കുന്നത്. ആ പ്രൊസീഡിങ്സിന്റെയും സ്റ്റേറ്റ്മെന്റിന്റെയും ഒക്കെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗസറ്റഡ് ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ AGയിൽ നിന്നും സ്പാർക്കിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന പേ സ്ലിപ്പ് അത് പ്രകാരമാണ് ടെർമിനൽ സറണ്ടർ പ്രോസസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരെ സ്പാർക്കിലേക്ക് പോകാം. ഇപ്പോൾ ഞാനുള്ളത് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ലോഗിനിലാണ്, അഥവാ ഒരു ക്ലർക്കിന്റെ ലോഗിനിലാണ്. ഇവിടെ നമ്മൾ നോൺ ഗസറ്റഡ് ഓഫീസറുടെ ടെർമിനൽ സറണ്ടർ എങ്ങനെ പ്രോസസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഗസറ്റഡ് ഓഫീസറുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം പേ സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഇവിടെ നമുക്ക് ചേഞ്ചസ് ഇൻ ദ മന്തിൽ വ്യൂ AG പേ സ്ലിപ്പ് ഡീറ്റെയിൽസ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പേ സ്ലിപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ നമ്മളൊരു നോൺ ഗസറ്റഡ് ഓഫീസറുടെ ടെർമിനൽ സറണ്ടറാണ് ചെയ്യാൻ പോകുന്നത്. അതിനായി ആദ്യം അക്കൗണ്ട്സിൽ ചെല്ലുന്നു, ക്ലെയിം എൻട്രി. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, റെഗുലർ ഓർ എംപ്ലോയീസ് വിത്ത് സ്പാർക്ക് ID അല്ലെങ്കിൽ റിലീവ്ഡ് ഓർ റിട്ടയർഡ് എംപ്ലോയീസ്. നമ്മൾ റിട്ടയർമെന്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ റെഗുലർ ഓർ എംപ്ലോയീസ് വിത്ത് സ്പാർക്ക് ID എടുത്തിട്ടാണ് നമ്മൾ ടെർമിനൽ സറണ്ടർ ചെയ്യുന്നത്. ഇവിടെ റെഗുലർ ഓർ എംപ്ലോയീസ് വിത്ത് സ്പാർക്ക് ID സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ സെലക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. നേച്ചർ ഓഫ് ക്ലെയിം എന്നുള്ളിടത്ത് താഴേക്ക് വരുമ്പോൾ ടെർമിനൽ സറണ്ടർ ഓഫ് ലീവ്, ഇവിടെ പലതുണ്ട്. ടെർമിനൽ സറണ്ടർ ഓഫ് ലീവ് അരിയർ ഉണ്ട്. നമുക്കിവിടെ അരിയർ അല്ല, നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ ടെർമിനൽ സറണ്ടറാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ടെർമിനൽ സറണ്ടർ ഓഫ് ലീവ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കാണിക്കുന്നു, ദ എംപ്ലോയി ഹു ഹാഡ് ഓൾറെഡി മാർക്ക്ഡ് റിട്ടയർമെൻറ്റ് അലോൺ ഷാൽ ബി ലിസ്റ്റഡ് ഫോർ പ്രോസസ്സിംഗ് ദിസ് ക്ലെയിം. ഈ ക്ലെയിമിന് വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ ഓൾറെഡി റിട്ടയർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസിൻ്റെ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ കൊടുത്തു. പീരീഡ് ഓഫ് ബില്ല് ഇവിടെ ശ്രദ്ധിക്കുക, ഏത് മാസമാണോ അദ്ദേഹം റിട്ടയർ ചെയ്തത് ആ മാസത്തെ 1-ാം തീയതി ആയിരിക്കണം കൊടുക്കേണ്ടത്. ഇവിടെ 7-ാം മാസമാണ് അദ്ദേഹം റിട്ടയർ ചെയ്തത്, അതുകൊണ്ട് നമ്മൾ 1/7/2024 കൊടുക്കുന്നത്. ടു ഡേറ്റ് അവിടെ ഓട്ടോ ഫിൽഡായി വന്നിരിക്കും, ആ മാസത്തിൻ്റെ അവസാന ദിവസം. എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അക്കൗണ്ട് അവിടെ ഉണ്ട്. അടുത്ത സാലറി ഹെഡ് ഓഫ് അക്കൗണ്ട് ആണ്, നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ അദ്ദേഹത്തിൻ്റെ സാലറി മാറുന്ന അതേ ഹെഡ് തന്നെയാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ സൂപ്പർ ആനുവേഷൻ ഓർ റിട്ടയർമെന്റ് ഡേറ്റ് വിച്ച് എവർ ഈസ് ലെസ്സർ നമ്മളിവിടെ 31/7/2024 കൊടുക്കുകയാണ്. ഇനി മോഡ് ഓഫ് പേയ്മെന്റ്, ബാങ്കിലേക്കായിരിക്കുമല്ലോ ഇത് പോകുന്നതെന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. എന്നാൽ അതല്ല, എംപ്ലോയിയുടെ TSPയിലേക്കാണ് ഇത് പോകുന്നത്. TSPയിൽ ചെന്നിട്ടാണ് ബാങ്കിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് എംപ്ലോയി TSP തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ പെൻ നമ്പർ സെലക്ട് ചെയ്യുക. നമ്മൾ റിട്ടയർമെന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ പേരുടെയും പെൻ നമ്പർ ഇവിടെ ഉണ്ടാകും. ഇവിടെ 2 പേരുടെ പെൻ നമ്പർ കിടപ്പുണ്ട്. ഞാനിതിൽ കൺസേൺഡ് ആയിട്ടുള്ള വ്യക്തിയുടെ പെൻ നമ്പർ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ പേര്
ഡെസിഗ്നേഷനിൽ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഓതറൈസേഷൻ നമ്പർ, ഓതറൈസേഷൻ ഡേറ്റ്, ഇത് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിന് ബാധകമല്ല. AGയുടെ ഓതറൈസേഷൻ ഡേറ്റും അതിൻ്റെ നമ്പറുമാണ് ചോദിക്കുന്നത്. അത് ഗസറ്റഡ് ഓഫീസേഴ്സിന് മാത്രം ബാധകമാണ്. അടുത്തത് നമ്പർ ഓഫ് ഡേയ്സ് ആണ്. എത്ര ലീവ് അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിലുണ്ട് എന്നുള്ളത് സർവീസ് ബുക്ക് നോക്കി നമ്മൾ പരിശോധിക്കണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, പഴയ അറ്റൻഡൻസ് രജിസ്റ്റർ എല്ലാം എടുത്ത് വെച്ച് നോക്കി അദ്ദേഹം ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏൺ ലീവ് എടുത്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏൺ ലീവ് സറണ്ടർ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം സർവീസ് ബുക്കിൽ ഉണ്ടോ എന്നെല്ലാം നല്ലതുപോലെ പരിശോധിക്കുക. കാരണം ഇത് ഇദ്ദേഹം മാറിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ ലയബിലിറ്റി അല്ല. കാരണം അത് മാറിക്കൊടുത്ത ഉദ്യോഗസ്ഥൻ്റെയും കൂടി ലയബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് ഡേയ്സ് എന്നുള്ളത് വളരെ സൂക്ഷിച്ച് മാത്രം എഴുതുക. ഞാനിവിടെ നമ്പർ ഓഫ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കൊടുത്തു. ഇനി സാങ്ഷൻ ഓർഡർ നമ്പർ, നമ്മുടെ ഓഫീസ് നമ്പറാണ്. നമ്മുടെ ഓഫീസിൽ നിന്ന് സാങ്ഷൻ ചെയ്യുന്ന ഒരു നമ്പർ ഉണ്ടാവുമല്ലോ, ആ നമ്പർ നമ്മൾ കൊടുക്കുകയാണ്. സാങ്ഷൻ ഓർഡർ ഡേറ്റ്, ആ സാങ്ഷൻ ഓർഡർ നമ്പറിൻ്റെ ഡേറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. കൊടുത്തു. പ്രൊഫഷൻ ടാക്സ്, അതർ ഡിഡക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ നോക്കുക. എമൗണ്ട് പേയബിൾ ഇവിടെ ഓട്ടോമാറ്റിക്കായി വന്നിട്ടുണ്ട്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ടെർമിനൽ സറണ്ടർ എമൗണ്ട് എന്ന് പറയുന്നത്. ഇൻസെർട്ട് കൊടുക്കുകയാണ്. യുവർ ക്ലെയിം ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി വിത്ത് ക്ലെയിം നമ്പർ. ഓക്കെ കൊടുത്തു. ഇനി നമുക്കിതിനെ സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ കൊടുത്തു. യുവർ ക്ലെയിം നമ്പർ ഡാഷ് ഹാസ് ബീൻ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വന്നു. വീണ്ടും നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് സാധാരണ മറ്റ് ക്ലെയിംസ് ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ട്സിൽ പോകുന്നു. ക്ലെയിം അപ്രൂവൽ. ഈ ക്ലെയിം അപ്രൂവൽ ചെയ്യാനുള്ളത് DDOയുടെ ലോഗിനിലാണ്. DDOയുടെ ലോഗിനിൽ കയറി ക്ലെയിം അപ്രൂവൽ ചെയ്യുക. അതാണ് അടുത്ത പടിയായി നമ്മൾ ചെയ്യേണ്ടത്. DDOയുടെ ലോഗിനിൽ ക്ലെയിം അപ്രൂവൽ കൊടുക്കുകയാണ്. നമ്മുടെ ബില്ല് അവിടെ എത്തിയിട്ടുണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അപ്രൂവൽ ഓർ റിജക്ഷൻ എന്നുള്ളത് അപ്രൂവൽ കൊടുക്കുന്നു. ഇവിടെ താഴെ വീണ്ടും നമ്മൾ അപ്രൂവ് ചെയ്യുന്നു. ആർ യു ഷ്യൂർ ടു അപ്രൂവ്? ഓക്കെ കൊടുത്തു. ക്ലെയിം നമ്പർ ഹാസ് ബീൻ അപ്രൂവ്ഡ് സക്സസ്ഫുള്ളി. ഓക്കെ കൊടുത്തു. ഇനി നമുക്ക് മേക്ക് ബില്ലാണ്. അത് ബിൽസിൽ തന്നെ മേക്ക് ബിൽ ഫ്രം അപ്രൂവ്ഡ് ക്ലെയിംസ് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ സെലക്ഷൻസ് എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ടെർമിനൽ സറണ്ടർ ഓഫ് ലീവ് നമ്മൾ ക്ലിക്ക് ചെയ്തു. ആ ബില്ല് വന്നിട്ടുണ്ട്, അത് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം മേക്ക് ബില്ല് ആണ് ചെയ്യാൻ പോകുന്നത്. മേക്ക് ബില്ല് ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിൻജൻറ്റ് ബിൽ ഫോർ ക്ലെയിം ഹാസ് ബീൻ സക്സസ്ഫുള്ളി പ്രിപ്പയർഡ്. ഇനി നമുക്ക് ഈ ബില്ലിനെ പ്രിൻ്റ് എടുക്കാം. പ്രിൻ്റ് എടുക്കുന്നതിനായി ഇവിടെ നമുക്ക് പ്രിൻ്റ് ബിൽ ക്ലിക്ക് ചെയ്യാം. പ്രിൻ്റ് ബില്ല് PDF അവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മളതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ആ ബില്ല്. ആ ബില്ലിൽ എമൗണ്ട്, ആളിൻ്റെ പേര് എല്ലാം തന്നെയുണ്ട്, ഹെഡ് ഓഫ് അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ഈ ബില്ലിനോടൊപ്പമാണ് പ്രൊസീഡിങ്സും സ്റ്റേറ്റ്മെൻറ്റ്സും വെച്ച് നമ്മൾ ട്രഷറിയിൽ കൊടുക്കാൻ പോകുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സബ്മിറ്റ് ആണ്. ഈ സബ്മിറ്റ് ബിൽ, അതും ബിൽസിൽ തന്നെ ഈ സബ്മിറ്റ് ബിൽ കൊടുക്കുന്നു. അപ്പോൾ ആ ബില്ല് അവിടെ എത്തിയിട്ടുണ്ട്. സെലക്ട് ചെയ്യുന്നു. അവിടെ അപ്രൂവ് ആൻഡ് സബ്മിറ്റ് കൊടുക്കുന്നു. അപ്രൂവ് ആൻഡ് സബ്മിറ്റ്, നമ്മളിവിടെ ടോക്കൺ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. അത് ടിക്ക് ചെയ്തു. വീണ്ടും ഓക്കെ കൊടുത്തു. കൺഫേം മെസ്സേജ് വരുന്നു. കൺഫേം ചെയ്തു. യുവർ ബിൽ ഹാസ് ബീൻ പോസ്റ്റഡ് ഫോർ ഇ സബ്മിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ടെർമിനൽ സറണ്ടർ പ്രോസസ്സ് ചെയ്ത് ഇ സബ്മിറ്റ് ചെയ്യുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ. ഇനി നമുക്ക് ആ ബില്ലിനൊപ്പം വയ്ക്കേണ്ടുന്ന പ്രൊസീഡിങ്സും സ്റ്റേറ്റ്മെൻറ്റും എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഒരു മാതൃക. ഇവിടെ ഓർഡർ നമ്പർ, ഡേറ്റ്, സാങ്ഷൻ ഈസ് ഹിയർ ബൈ അക്കോർഡ് ടു ശ്രീ, ഇവിടെ എംപ്ലോയിയുടെ പേര്, ഡെസിഗ്നേഷൻ ഹു ഹാസ് റിട്ടയർഡ് ഫ്രം സർവീസ് ഓൺ സൂപ്പറാനുവേഷൻ ഓൺ ഡേറ്റ്. ഇവിടെ DDO സൈൻ ചെയ്യുന്നു. ടു ദ ഇൻകുംബൻറ്റ്, ബില്ല്, സെക്ഷൻ, സ്റ്റോക്ക് ഫയൽ. ഇതാണ് പ്രൊസീഡിങ്സ്. അതിൻ്റെ ലാസ്റ്റിൽ സർട്ടിഫൈഡ് ദാറ്റ് നെസസറി എൻട്രീസ് ഹാവ് ബീൻ മെയ്ഡ് ഇൻ ദി സർവീസ് ബുക്ക് ആൻഡ് ദ ലീവ് അക്കൗണ്ട് ഓഫ് ദ എംപ്ലോയി. ഇനി ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നെയിം, പെൻ, ഡെസിഗ്നേഷൻ, റിട്ടയർഡ് ഓൺ, ടെർമിനൽ സറണ്ടർ ഓഫ് ഏൺ ലീവ് ഫോർ ഡാഷ് ഡേയ്സ്, എത്ര ദിവസമാണ്, പേ, DA, HRA, CC ഉണ്ടെങ്കിൽ അത്, പിന്നെ പേ ബൈ 30 days ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ്, അതെത്രയാണെന്ന് വെച്ചാൽ ആ തുക എഴുതുക. DA ആ തുക ഇവിടെ എഴുതുക. HRA, CCA ഇതെല്ലാം എഴുതി ടോട്ടൽ ചെയ്യുക. ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ അതിൽ ഓട്ടോ ഫിൽഡായി സ്പാർക്കിൽ വന്ന എമൗണ്ടും ഈ എമൗണ്ടും ഈക്വൽ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതിൽ ചെറിയ ഡെസിമലിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വരും. അത് നമ്മൾ കറക്റ്റായിട്ട് നോക്കി ചെയ്താൽ കൃത്യമായും സ്പാർക്കിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന അതേ എമൗണ്ട് തന്നെ നമുക്കും കിട്ടും. അതിൽ വേരിയേഷൻ ഉണ്ടാകാൻ പാടില്ല. അത് രണ്ടും ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കണം.
അപ്പോൾ ബില്ല്, ഈ പ്രൊസീഡിങ്സ്, ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് മൂന്നും കൂടിയാണ് നമ്മൾ ടാഗ് ചെയ്ത് ട്രഷറിയിൽ കൊടുക്കേണ്ടത്.